ഒരു കഥ കേൾക്കൂ. ഗോപുവിൻ്റെ വഴികൾ. ആരെയും കാണുന്നില്ല. ഭാഗ്യം. വേഗം നടന്നാൽ അക്കരെ എത്താം. നേരം പുലർന്നാൽ പലരോടും സമാധാനം പറയണം. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വയ്യ. അച്ഛനും അമ്മയും ഉണർന്നാൽ തന്നെ വിടില്ല. വീട്ടുകാർക്ക് ഭാരമായി ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? അച്ഛൻ കടമെടുത്ത രൂപ എങ്ങനെ വീട്ടും? മകന് എന്തെങ്കിലും ജോലി വേണമല്ലോ എന്നോർത്ത് ആ പാവം സംഘടിപ്പിച്ചതാണ് കുറച്ച് രൂപ. അതുകൊണ്ടാണല്ലോ താൻ ഒരു കട തുടങ്ങിയത്. അത് വൻ നഷ്ടവുമായി. ആദ്യം നല്ല കച്ചവടമുണ്ടായിരുന്നു. പിന്നീട് വരുമാനം തീരെ കുറഞ്ഞു. പലരും കടം വാങ്ങി. കടം കൊടുക്കാതിരിക്കാൻ ആവതു ശ്രമിച്ചു. എന്നാൽ പലർക്കും പരിഭവം. അതുകൊണ്ട് താനും ഒന്നയഞ്ഞു. ക്രമേണ കച്ചവടവും നിലച്ചു. രൂപ തരാനുള്ളവർ തിരിച്ചു കയറാതെയുമായി. ചെറുപ്പത്തിൽ അച്ഛൻ പലതവണ തന്നെ ഉപദേശിച്ചതാണ് നന്നായി പഠിക്കാൻ. അന്ന് ചില ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് താൻ പഠനം ഉപേക്ഷിച്ചു. എന്നാൽ കൂട്ടുകാർ പലരും പഠിച്ച് നല്ല നിലയിലുമായി. അമ്മ വായിക്കാൻ പല പുസ്തകങ്ങളും വാങ്ങി തന്നിരുന്നു. അതൊന്നും തൊട്ടു നോക്കിയില്ല. ഇനി പറഞ്ഞിട്ട് എന്തു ചെയ്യാനാണ്? പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യവുമില്ല. പാവം അനുജത്തി. തന്നെ കണ്ടില്ലെങ്കിൽ അവളും വിഷമിക്കും. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നന്നായി പഠിക്കും. തൻ്റെ ഗതി അവൾക്ക് വരരുത്. അകലെ എവിടെയെങ്കിലും പോയി പണിയെടുക്കണം. കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇനി മടങ്ങൂ. എവിടെയെങ്കിലും ഒന്നുറച്ചിട്ട് അച്ഛനെയും അമ്മയെയും വിളിക്കണം. താൻ മോശമായ വഴിയിലേക്കല്ല പോയിരിക്കുന്നതെന്ന് വീട്ടിൽ അറിയിക്കണം. അല്ലെങ്കിൽ അവർ വേദനിക്കും. ഓ, തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന മനു. അവൻ കോയമ്പത്തൂരാണല്ലോ. ഏതോ ഒരു കമ്പനിയിൽ. ഇടയ്ക്ക് അവൻ വിളിക്കാറുമുണ്ട്. ദാ ട്രെയിൻ വരുന്നുണ്ട്. നീണ്ട യാത്രയ്ക്കൊടുവിൽ സ്ഥലത്തെത്തി. പലരോടും അന്വേഷിച്ചപ്പോൾ അവൻ്റെ കമ്പനിയുടെ സ്ഥലം പറഞ്ഞു തന്നു. തന്നെ കണ്ട് കൂട്ടുകാരൻ അത്ഭുതപ്പെട്ടു. വിവരമെല്ലാം കേട്ട് സഹതപിച്ചു. പക്ഷേ അവൻ കൈമലർത്തി. നിനക്ക് എന്നോട് വിഷമം തോന്നരുത്. ഇവിടെ ഒരു ജോലി പോലും നിനക്ക് പറ്റുന്നതില്ല. നീ മറ്റെവിടെയെങ്കിലും ജോലി അന്വേഷിക്ക്. താൻ നിരാശനായി ഇറങ്ങി നടന്നു. അതിനിടയിൽ സ്വിച്ച് ഓഫാക്കി വച്ചിരുന്ന ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. അങ്ങേ തലയ്ക്കിൽ നിന്ന് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. എല്ലാം സാവകാശം താൻ പറഞ്ഞു മനസ്സിലാക്കി. ഇവിടെ കൂട്ടുകാരൻ്റെ കമ്പനിയിൽ ഒരു ജോലി കിട്ടി. കുറച്ച് ദൂരെയാണ്. അമ്മേ, അച്ഛനും അമ്മയും വിഷമിക്കരുത്. എനിക്കിവിടെ സുഖമാണ്. അധികം താമസിയാതെ വീട്ടിൽ വരാം. പാവങ്ങൾ അതെല്ലാം വിശ്വസിച്ചു. പിന്നീട് അലഞ്ഞു തിരിഞ്ഞ് ഒരു ചായക്കടയിലെത്തി. തന്നെ പോലെയുള്ള ഒരാൾക്ക് എന്ത് നല്ല ജോലി കിട്ടാനാണ്? തൽക്കാലം കിട്ടിയ ഒരു ചെറിയ ജോലി, അതുകൊണ്ട് തൃപ്തിപ്പെടാം. ചെലവിനുള്ള വകയായല്ലോ. പഠിക്കാത്തതിൻ്റെ കുറ്റബോധം
ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇനിയും മുന്നോട്ട് വരണം. അതെ, ഇനിയും എനിക്ക് പഠിക്കണം, നല്ല നിലയിലാകണം, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം.